ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണുക, ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കണ്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതാ രാവിലെ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുകയാണ്. ഇന്ന് റവയാണ് കേട്ടോ, റവ ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ സിമ്പിൾ കടിയല്ലേ, അപ്പോൾ കുറച്ച് വൈകിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോനിതാ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്, എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോന് അവിടെ ഒരു ഗ്ലാസ് ചായയും ഒക്കെ കൊടുത്ത് ബിസ്ക്കറ്റും ഒക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ റവ ആകുമ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനാകുമ്പോഴത്തേനും തണുത്ത്, ഓൾറെഡി ഇപ്പോൾ രാവിലെയൊക്കെ നല്ല മഞ്ഞും തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് സാവധാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 10:30 മണിക്കാണ് അവന് സ്കൂള്. അപ്പോൾ മക്കളൊക്കെ 9:30 10 മണി അതിൻ്റെ ഉള്ളിലൊക്കെ പോണ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാക്കു പിന്നെ പണിക്ക് രാവിലെ നേരത്തെ പോകുമ്പോൾ കാലിച്ചായ കുടിച്ചിട്ടാണ് പോവുക. 10:30 ആകുമ്പോൾ പിന്നെ ചായക്ക് വരും കേട്ടോ. അപ്പോഴത്തേനൊക്കെ ആയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു രാവിലെ നീച്ചിട്ട്. പിന്നെ ഇതാ റവയൊക്കെ ഒന്ന് വറുത്തെടുത്ത് ഇതാട്ടോ ഒന്ന് ഉണ്ടാക്കുകയാണ്. കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് നമ്മൾ ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സാദാ ഉപ്മാവിന് കേട്ടോ, അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഞാൻ ചേർക്കില്ല. ഇഞ്ചിയും പച്ചമുളക് അതുപോലെ ഉള്ളി അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയും കേട്ടോ, അത് മാത്രമേ ഇടുന്നുള്ളൂ. ക്യാരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ റവയൊക്കെ നല്ലോണം വറുത്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇപ്പോൾ രാവിലെ നേരത്തെ തന്നെ ചോറും കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മളെ കാക്കുവിന് ദൂരത്തായിരുന്നല്ലോ പണി ഇത്രയും ദിവസം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും കേട്ടോ. രാവിലെ 10:30 ആകുമ്പോൾ ചായക്ക് വരും. പിന്നെ അതുപോലെ തന്നെ ഉച്ച ആകുമ്പോഴത്തേനും ചോറിനും വരും കേട്ടോ. അതുകൊണ്ട് രാവിലെ അങ്ങോട്ട് ചോറ് വെക്കേണ്ട ഒരു പണി ഇതില്ല. അതുകൊണ്ട് സാവധാനം രാവിലെ എണീറ്റ് ചായ കടി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും റവ ഒക്കെ വാട്ടി സെറ്റാക്കി എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചതാട്ടോ ഞാനൊന്ന് റവയിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവ ഉണ്ടാക്കുമ്പോൾ ഞാൻ അളവ് അനുസരിച്ച് അങ്ങനെ കറക്റ്റ് അളവിനൊന്നും വെള്ളം ഒഴിക്കാറില്ല. റവ എത്രയാണോ എടുത്തിട്ടുള്ളത് ആ ഒരു കണക്ക് അത് നോക്കിയിട്ട് അതിന് എത്ര വെള്ളം പാകമാകും എന്നുള്ളത് മനക്കണക്കുണ്ടല്ലോ, അത് നോക്കിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഒഴിച്ചാൽ എൻ്റെത് അങ്ങനെ ഇതായി പോകാറില്ല. വെള്ളം ഏറുമില്ല, വെള്ളം കുറയോ അങ്ങനത്തെ ഒന്നുമില്ല, കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടേതാ ഉപ്മാവൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ മോന് സ്കൂളിലേക്ക് പോകാനുള്ള കിഴങ്ങൊന്ന് പൊരിച്ചെടുക്കണം. അതിനിതാ പാനൊക്കെ അവിടെ വെച്ചൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ മോന് ചായ കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഓനിത് ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് ചായ കൊടുക്കുക. അവനിപ്പോൾ ഇവിടെ നല്ല കളിയിലാണ് വന്നതും ഒരു ഗ്ലാസ് ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു പോകാൻ നേരത്തെ ചായ മതി എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന് കളിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ JCB വന്നിട്ടുണ്ട്. അവിടെ റോഡ് കേട്ടോ, പഞ്ചായത്ത് റോഡൊന്ന് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മോനുള്ള കിഴങ്ങ് പൊരി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ കൊടുത്തയച്ചിട്ട്. ഇപ്പോൾ കുറേ ലീവായിരുന്നല്ലോ, ലീവും കാര്യങ്ങളും പിന്നെ ടൂറും ഒക്കെ പോയി ഓരോരോ പരിപാടി, ക്രിസ്മസിനും അതുപോലെ ന്യൂ ഇയറിനൊക്കെ ഒരു സ്കൂളിൽ പരിപാടികളും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ദിവസമായിട്ടോ രാവിലെ കൂട്ടാനാക്കി കൊടുത്തിട്ട്. അപ്പോൾ ഇന്ന് അവന് കിഴങ്ങ് പൊരി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഉപ്പേരിയൊക്കെ ആക്കി കൊടുത്ത് മോനെ പറഞ്ഞയച്ചതിന് ശേഷം ചോറിനുള്ള വെള്ളം കേട്ടോ, അരി ഇട്ടിട്ടില്ല, ചോറിനുള്ള വെള്ളം കരിഞ്ഞടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപ്മാവക്ക് പഞ്ചസാരയാണ് ഇട്ടപ്പെട്ടത്. അപ്പോൾ പഞ്ചസാര എനിക്കിങ്ങനെ റവ ഉപ്മാവക്ക് പഞ്ചസാരയൊക്കെ ഇട്ടിങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ വല്ല സാമ്പാറോ പരിപ്പ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇഷ്ടമാണ് കേട്ടോ. സാമ്പാർ നല്ല രസമാണ് കേട്ടോ റവക്ക്. അപ്പോൾ ഇതാ എന്തായാലും പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന്
മാവ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയിട്ട് വേഗം അലക്കി വരണം കേട്ടോ. അരി ഇട്ടിട്ട് അങ്ങനെ ഞാൻ അലക്കാൻ പോകും. ഇവിടെ തൊട്ടന്നല്ല, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും കേട്ടോ. അങ്ങനെ വന്നതാ അലക്കലൊക്കെ കഴിഞ്ഞ് വന്ന് വരുമ്പോഴത്തേനും ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കറികൾ പറഞ്ഞാൽ നല്ലൊരു രസം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി രസം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ രസം അതുപോലെ തന്നെ ഉണക്കൽ പൊരിച്ചതാട്ടോ. അപ്പോൾ ഉണക്കൽ മീൻ കണ്ടപ്പോഴാണ് രസത്തിനൊരു പൂതി വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്കായാലും എനിക്കായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഉണക്കമീൻ പൊരിച്ചതോ ഒരു പപ്പടം പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ രസം ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ്. എല്ലാവരും വയറ് നിറച്ച് ചോറുന്നു കേട്ടോ. അന്ന് ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായിനെ. അപ്പോൾ തേങ്ങൻ്റെ ക്ഷാമം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, തേങ്ങ കിട്ടാനില്ല കേട്ടോ. കടയിൽ നിന്ന് ഇപ്പം ഇന്ന് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആവും കേട്ടോ അത് എത്തുമ്പോഴത്തേനും. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ചോറൊക്കെ ഊറ്റൽ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതാ പച്ചമുളക് ഇല്ലാതെ എന്തുണക്ക മീൻ അല്ലേ, പച്ചമുളക് ഐറ്റം മസ്റ്റ് ആട്ടോ. നമുക്ക് ഇഷ്ടമാണ് എനിക്ക് പച്ചമുളക് ഇങ്ങനെ പൊരിച്ച് കഴിക്കുന്നത്. അതും ഉണക്കമീൻ പൊരിക്കുമ്പോൾ ഇങ്ങനെ പച്ചമുളക് ഇടുന്നത് ഒരു വെറൈറ്റി, ഒരു സംഭവം വേറൊരു രസം തന്നെയല്ലേ. അങ്ങനെ ഇത് രസത്തേക്കുള്ള തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി രസം ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി ഒന്ന് നല്ലോണം വേവിച്ച് ഉടയ്ക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് അത് വേവിച്ചെടുത്തത്. ഇനിയിപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത്, മൺചട്ടിയിലൊന്നുമല്ല. മൺചട്ടിയിൽ തലേ ദിവസം ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അത് കുറച്ച് ബാക്കിയുണ്ട്, പരിപ്പും തക്കാളിയൊക്കെ ഇട്ട ഒരു കറി. അപ്പോൾ അത് ചൂടാക്കിയിട്ട് മൺചട്ടിയിൽ അതുണ്ട്, അതുകൊണ്ടാണ് ഈ പാത്രം എടുത്തത് കേട്ടോ. അങ്ങനെ ഇതാ കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നല്ല നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. അതുകൊണ്ട് എത്രയും ഇടാം, കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ് പ്രശ്നം അല്ലേ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ രസമൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, ലേശം മഞ്ഞൾപ്പൊടി, അതുപോലെ കായപ്പൊടി, പുളിവെള്ളം ഒക്കെ ആയിട്ട് അങ്ങനെ മിക്സാക്കി, പിന്നെ നമ്മൾ വേവിച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ അതും കൂടിയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ രസം നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കാൻ പറ്റില്ല. ഒരു തള വന്നതും ഓഫാക്കണം, സ്റ്റവ് ഓഫാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നൊക്കെ. അതുകൊണ്ട് തക്കാളി വേവിച്ചിടുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത്ര പ്രശ്നമില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നല്ലോണം തിളപ്പിച്ച് തക്കാളി വേവണ വരെ തിളപ്പിച്ച് കഴിഞ്ഞാൽ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. ഇനിയിപ്പോൾ മല്ലിയിലയും കൂടെ വേണമായിരുന്നു, പക്ഷെ മല്ലിയില ഇവിടെ ഇല്ല. അതുകൊണ്ട് കറിവേപ്പില ഇട്ടങ്ങോട്ട് ഒപ്പിച്ചു. ഇനിയിപ്പോൾ അതാ മീനും പൊരിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുക്കളപ്പണികൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളിതാ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് വെറുതെ JCB കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇത് നമ്മൾ താമസിക്കുന്നതിൻ്റെ കോട്ടേഴ്സിൻ്റെ മുന്നിലുള്ള ഒരു ചെറിയൊരു റോഡാണ്, പഞ്ചായത്ത് റോഡ് പോലെ. അപ്പോൾ ഇത് പാസ്സായിട്ട് കുറേ അയക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മെറ്റൽ ഇത് മാത്രം ഇട്ടിട്ട് ഒന്ന് നിരത്തണുള്ളൂ, കോൺക്രീറ്റ് ഇടണില്ല കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ പോണ ആ പാടം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഞാൻ പാടത്ത് പോയ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ആ പാടത്തേക്കാണ് കേട്ടോ പോണത് ഈ റോഡ്. അപ്പോൾ അത് അടുത്തറ്റം വരെയാണ് ഇടുന്നത്. അങ്ങനെ നമ്മളിതാ കാക്കു ചോറുണ്ണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ണലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഒന്ന് കിടന്നുറങ്ങാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ പിന്നെ വീഡിയോ എഡിറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും, അല്ലെങ്കിൽ സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങും കേട്ടോ. പിന്നെ 4 മണിയാകുമ്പോഴൊക്കെ എണീക്കുക. അങ്ങനെ ഇതാ ചോറൊക്കെ വിളമ്പി ചോറ് കൊടുക്കട്ടെ. അപ്പോൾ എനിക്കുള്ള പാത്രത്തിൽ എനിക്കിങ്ങനെ കറിയും എല്ലാം ഒരു പാത്രത്തിലിട്ട് കഴിക്കുന്നത് കേട്ടോ ഇഷ്ടം. വേറെ കൊണ്ടൊക്കെയുണ്ട് അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ കാക്കൂന് പിന്നെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇതാ ചോറ് ഉച്ചയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. നമ്മളൊന്നൊരു മയക്കമൊക്കെ കഴിഞ്ഞ് നീച്ച് ചായ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ചായക്ക് എന്ത് കടി ഉണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെ ബജ്ജിമുളക് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ചെടിയിൽ നിന്ന് പറിച്ചത് എൻ്റെ സ്വന്തം ബജ്ജിമുളക് കേട്ടോ. ഞാൻ കുരുവിട്ട് മുളപ്പിച്ച് തൈയാക്കി കായാക്കി അത് ലാസ്റ്റ് പറിച്ച് ബജ്ജിയാക്കി വയറ്റിലാക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. പിന്നെ കൂടെ ഒരു പച്ചക്കായയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കായ നമ്മളെ മക്കൾക്കാണ് ബജ്ജിമുളക്. ചിലപ്പോൾ ചെറിയവന് അങ്ങോട്ട് വലിയ ഇഷ്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല, അവന് കഴിക്കാറില്ല കേട്ടോ. ചില സമയത്ത് അങ്ങനെ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതാ മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് ടൈമായിരുന്നു. അപ്പോൾ നല്ല അതുപോലെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്ര അങ്ങോട്ട് നന്നാവുന്നൊന്നും കരുതിയിരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കിയതല്ലേ. അങ്ങനെ ഇതാ നമ്മളെ ബജ്ജിയൊക്കെ ഒന്ന് മുരിച്ചെടുക്കട്ടെ. അപ്പോൾ മോന് സ്കൂളിൽ നിന്ന് വരാനായിട്ടുണ്ട് കേട്ടോ. അവന് കായ ബജ്ജി നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ അതിക്കൊരു ചമ്മന്തിയോ അല്ലെങ്കിൽ സോസോ അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ തോന്നിയപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കുകയെന്ന് ആലോചിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കായയും ബജ്ജിയും ഒക്കെ പൊരിച്ചെടുക്കട്ടെ.
പിന്നെ തട്ടുകടയിലൊക്കെ പോയാൽ നമുക്ക് പല ഐറ്റം ബജ്ജികളും കിട്ടില്ല. അതിക്കൊക്കെ ഓരോരോ സ്പെഷ്യൽ ചമ്മന്തികൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു മണം ഇങ്ങനെ വരുമ്പോൾ തട്ടുകട സ്റ്റൈൽ ബജ്ജികൾ എന്നൊരു ഓർമ്മ വരികയാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന ചമ്മന്തികൾ എന്തൊക്കെ റെസിപ്പി അതൊന്നും നമുക്ക് അറിയില്ല അല്ലേ. വെറൈറ്റി ഒരു പച്ച ഉണ്ടാവും, ചുവപ്പ് ഉണ്ടാവും, വെള്ളം ഉണ്ടാവും. വെള്ളം പിന്നെ നമ്മൾ സോസ് അല്ല മയോണൈസാ തോന്നുന്നുണ്ട്, പച്ച എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ബജ്ജികളൊക്കെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് എല്ലാതും ഒന്ന് എടുത്തിട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്നത് അങ്ങനെ ഓരോന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ബാക്കിയുള്ള ബജ്ജി ആട്ടത്. അപ്പോൾ നമ്മളും ചായയൊക്കെ കുടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.